സത്യം പറ, എത്ര എണ്ണം അടിച്ചു അറിയണം. കറക്റ്റ് അതാണ് കണക്കാണ്. എനിക്കും അതാണ് ചോദിക്കേണ്ടത്. ബ്രാൻഡ് ഏതാണ് അല്ലേ? കയറുന്നതിന് മുമ്പ് ഒരു 3 കുപ്പി വെള്ളം കുടിച്ചായിരുന്നു ടെൻഷൻ കാരണം. ഞാൻ വിചാരിച്ച ഒറിജിനലായിട്ട് അടിച്ച് പിറ്റായി എവിടെ കിടന്നു. ഞാനും ആ റീല് കണ്ടിരുന്നു. അന്ന് ഞാൻ വിചാരിച്ചു ഇത് ആ കുടിയാ ഇത് തന്നെ. പക്ഷെ അതിലൊരു കാര്യമുണ്ട്, ആള് കുടിക്കില്ല. പക്ഷെ ഡാൻസർ ആണെന്ന് ഞാനത് എവിടെയോ വായിച്ചിരുന്നു. പുള്ളി കഴിക്കില്ല. അല്ല, എനിക്ക് ഡാൻസർ ആണെന്ന് അറിയില്ലായിരുന്നു. ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. സത്യം. അയ്യോ, ശരിക്കും സനൂപ് എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ ഡ്രങ്കൻ റാസ്പുട്ടിൻ എന്നാണ് മൂപ്പരുടെ സോഷ്യൽ ഹാൻഡിൽ നെയിം. കാരണം റാസ്പുട്ടിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ആൽബത്തിനെ വേറെ രീതിയിലാണ് അത് പലരും ചെയ്തിട്ട് വൈറൽ ആയിട്ടുണ്ട്. പക്ഷെ ഒരു എന്താ പറയാ, ആ ഒരു അപ്രോച്ച്, ഒരു കുടിയന്റെ റാസ്പുട്ടിൻ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ലെവലിലേക്ക് വരെ അത് റീച്ചായി എന്നുള്ളതാണ്. പിന്നെ അങ്ങോട്ട് നമ്മുടെ സനൂപേട്ടന്റെ ഫോർട്ടേ ആയി മാറിയത്. അതൊരു കാര്യം പറയട്ടെ, ഒബ്സർവേഷൻ അല്ലേ ശരിക്കും? ഒബ്സർവേഷൻ. ആരാണ് ഇൻസ്പിറേഷൻ എന്നൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരില്ലേ നമ്മുടെ അയ്യപ്പ ബൈജു ചേട്ടൻ. അയ്യപ്പ ബൈജു ചേട്ടൻ, പിന്നെ നോബിച്ചേട്ടൻ. നോബിച്ചേട്ടൻ. ഞാനിങ്ങനെ ആലോചിക്കുന്നത് എന്തുകൊണ്ട് സനൂപ പേര് പറയുന്നില്ല എന്ന്. പിന്നെ റിയൽ ആയിട്ട് നമ്മുടെ നോബി കുടിക്കും സനുവേ. ഞാൻ നിങ്ങൾ വന്നപ്പോ തലോടി വിട്ടതേ ഉള്ളൂ. നോബിച്ചേട്ടൻ അഭിനയിക്കില്ല. നിങ്ങൾ വന്നപ്പോ ഞാൻ തലോടി വിട്ടു. നിങ്ങൾ അവിടെ കൊണ്ട് വാന്തി കീറി. സ്നേഹം കൊണ്ടല്ലേ നോബിച്ചേട്ടാ. സനൂപ് ചിയേഴ്സ്. ഇടയ്ക്ക് കൊടുത്ത ഇടി അടി അതെല്ലാം പൊളിച്ചു. സനൂപ് അടിക്കില്ല കേട്ടോ. നീ ചിയേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട്. ചിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ചിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് സിനിമ കൊണ്ട് പ്രിയ ഹലോ 50 ഉണ്ട്. ഞാനത് നേരിട്ട് നോബിച്ചേട്ടന് തരും, അത്രേ ഉള്ളൂ. ഞാൻ കുടിക്കില്ല. ഞാൻ സനൂപിനെ പോലെയാ. കുടിക്കുമെന്ന് ആര് പറഞ്ഞു? ഷെയർ കൊടുത്തൂടെ? കണ്ടാ ഞങ്ങള് രണ്ടുപേരും നല്ല ഫിറ്റാന്ന് പറയും. അതായത് ഞാൻ വർക്ക്ഔട്ട് ചെയ്യുന്നതിന്റെ ഫിറ്റ്നസ് ആണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഇത് ഞാൻ മാറ്ററിൽ നിന്ന് മാറിപ്പോയി. ഇത് വേറെ താല്പര്യമുള്ള ഒരു ടോപ്പിക് കിട്ടിയപ്പോ അതുവഴി അങ്ങ് പോയി. മാമകളെ എന്റെ സനൂപ എന്തുവാണോ സൂപ്പറായിട്ട് ചെയ്തു മോനെ. അടിപൊളിയാണ്. നിന്റെ ഒരു ഫാൻ തന്നെയാണ് ഞാൻ. പക്ഷെ നിന്റെ ഇപ്പൊ ഇട്ടിരിക്കുന്ന ഡ്രസ്സില് എനിക്ക് നിന്റെ ഒറിജിനൽ കുടിയനെ ഒന്ന് കാണാതെ എപ്പോഴാണ് കാണാൻ പറ്റുക? നിന്റെ കാല് വളച്ചിങ്ങനെ വെച്ചിട്ടുള്ള ഒരു വരുത്തുണ്ടല്ലോ, അത് കണ്ടു കഴിഞ്ഞാ ഇനി ഒന്ന് അങ്ങനെ ഒന്ന് ചെയ്ത് കാണിച്ചെന്നെ. എവിടെന്നെങ്കിലും മടക്കി കുത്തുവോ? എന്നാ എനിക്ക് കാല് കാണണം. അതിൽ മുണ്ടുള്ള വന്നു വരുന്ന ദിവസം നന്നായിട്ട് കാണാം. രണ്ടുപേരെയും ഫൺ എലമെന്റ് ഉണ്ടായിരുന്നു. അതിൽ കൂടെ തന്നെ നല്ല കൊറിയോഗ്രഫിയും നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. കുടിയനായി ചെയ്യും, പിന്നെ ബ്യൂട്ടിഫുൾ ആയി ഡാൻസ് ചെയ്യും. അപ്പോൾ രണ്ടുപേരും നല്ല അടിപൊളി കോംബോ ആണ്. അങ്ങോട്ടേക്ക് നല്ല ഗ്രേറ്റ് പെർഫോമൻസ് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം.